വെൽക്കം ബാക്ക് ടു വിക്ടേഴ്സ് ഹെൽപ്പർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 4th സ്റ്റാൻഡേർഡിലെ മലയാള പാഠപുസ്തകത്തിലെ എൻ്റെ പനിനീർച്ചെടി എന്ന കവിതയിലെ ഋതുക്കളും മലയാള മാസവും എന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ സാർ ഇന്ന് ഓൺലൈൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ ഋതു എന്താണെന്ന് എഴുതേണ്ടതുണ്ട്. ഒരു വർഷത്തെ കാലാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ പലതായി വിഭജിക്കുന്നതാണ് ഋതു എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിലെ ഋതുക്കളെ കുറിച്ച് പഠിക്കാം. ഭാരതത്തിൽ പ്രധാനമായും 6 തരത്തിലുള്ള ഋതുക്കളാണ് കണ്ടുവരുന്നത്. 1 വസന്തം, 2 ഗ്രീഷ്മം, 3 വർഷം, 4 ശരത്, 5 ഹേമന്തം, 6 ശിശിരം. ഈ ഋതുഭേദങ്ങളും നമ്മുടെ മലയാള മാസവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപായി നമുക്ക് മലയാള മാസങ്ങളെക്കുറിച്ച് കൃത്യമായി ഒന്ന് പഠിക്കാം. പ്രധാനമായി 12 മലയാള മാസങ്ങളാണുള്ളത്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നിവയാണവ. ഇനി നമുക്ക് ഈ മലയാള മാസങ്ങളും ഋതുക്കളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് എഴുതാം. അതിനെക്കുറിച്ചാണ് നമുക്ക് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇപ്പൊ ഹെഡിങ് എഴുതേണ്ടത് ഋതുക്കളും മലയാള മാസവും എന്നാണ്. ആദ്യത്തെ ഋതു വസന്തം. മരങ്ങൾ പൂക്കുന്നതും കൊഴിഞ്ഞ ഇലകൾ തളിരിടുന്നതും വസന്തകാലത്താണ്. കുംഭം മുതൽ മേടം വരെയുള്ള കാലഘട്ടമാണ് വസന്തകാലം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഗ്രീഷ്മം. കുട്ടികൾക്ക് അവധിക്കാലമായ വേനൽക്കാലമാണ് ഗ്രീഷ്മകാലം എന്നറിയപ്പെടുന്നത്. മാമ്പഴക്കാലം എന്നുകൂടി അറിയപ്പെടുന്ന ഈ കാലഘട്ടം സാധാരണയായി മേടം മുതൽ മിഥുനം വരെയാണ്. അടുത്തത് വർഷം. വർഷം എന്നാൽ മഴക്കാലം. കേരളത്തിൽ സാധാരണയായി ഇടവപ്പാതി, തുലാവർഷം എന്നീ 2 വർഷകാലമാണുള്ളത്. മിഥുനം മുതൽ തുലാം വരെയാണ് വർഷകാലം. ഇനി നമുക്ക് ശരത്കാലം നോക്കാം. ഹെഡിങ് എഴുതേണ്ടത് ശരത്. ഇടവപ്പാതിയുടെയും തുലാവർഷത്തിന്റെയും മധ്യത്തിലാണ് ശരത്കാലം വരുന്നത്. ചെടികൾ പൂക്കുന്നതും ചിങ്ങമാസത്തിലെ ഓണക്കാലത്തിന്റെ സന്തോഷം നിറയുന്നതും ഈ കാലത്താണ്. ഇനി ഹേമന്തം. പുലർക്കാലത്തെ മഞ്ഞുകണങ്ങളുടെ സാന്നിധ്യം ഹേമന്തകാലത്തിന്റെ വരവറിയിക്കുന്നു. തുലാം മുതൽ ധനു വരെയാണ് ഹേമന്തകാലം. ഇനി നമ്മുടെ അവസാനത്തെ ഋതുവായ ശിശിരകാലത്തെ കുറിച്ച് നോക്കാം. മരങ്ങൾ ഇലകൾ പൊഴിക്കുന്ന കൊടും തണുപ്പ് കാലമാണിത്. ധനുമാസം മുതൽ കുംഭം വരെയാണ് ശിശിരകാലം. അപ്പോൾ ഋതുക്കളെ കുറിച്ച് എല്ലാവരും കുറിപ്പെഴുതി കാണുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൊടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ലെറ്റ്സ് വൈൻഡ് അപ്പ്. സീ യു അഗൈൻ. ബൈ.